ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വാഞ്ചോ കേക്കിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് ടിന്നിൽ ആണ് കേട്ടോ ഈ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 6 ഇഞ്ച് ടിന്നിൽ വാനില സ്പഞ്ച് 1/2 kg ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 6 ഇഞ്ച് ടിന്നിൽ ചോക്ലേറ്റ് സ്പഞ്ചും 1/2 kg ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കേക്കും 2 ലെയർ വെച്ചിട്ട് അങ്ങനെ മൊത്തം ടോട്ടൽ 4 ലെയറാണ് കേട്ടോ നമ്മൾക്ക് കേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേക്കിന് നമുക്ക് റെഫറൻസ് തന്നതിൽ കേക്ക് കുറച്ച് ടോളായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6 ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ളത്. 7 ഇഞ്ച് ടിന്നിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് ഒരു ലെയറാക്കിയിട്ട് ചെയ്താൽ മതിയാവും. വാനിലയുടെ സ്പഞ്ച് 2 ലെയറാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് വൈറ്റ് ചോക്ലേറ്റും വൈറ്റ് ചോക്കോ ചിപ്സും ബദാം ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അങ്ങനെ മിക്സ് ആയിട്ടാണ് വാഞ്ചോ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രീം ചെയ്ത് കൊടുത്തിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഞ്ചോ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും വാഞ്ചോയുടെ ഫില്ലിങ് എങ്ങനെയാണ് വരുന്നതുള്ളത്. ഈ രണ്ട്, അതായത് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും മിക്സ് ചെയ്ത് വരുന്നതാണ് വാഞ്ചോ. പക്ഷേ നമുക്ക് 1 kg ഒക്കെ ചെയ്യുന്ന സമയത്ത് 2 തവണയായിട്ട് ബേക്ക് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തന്നെ വാഞ്ചോക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലും വൈറ്റ് ഫോറസ്റ്റിനെക്കാട്ടിയും കൂടുതൽ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ 2 സ്പഞ്ചും ഉണ്ടാക്കുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് ആ 2 കേക്കിൻ്റെ ടേസ്റ്റും നമുക്ക് ഒരുമിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഒരുമിച്ച് കഴിക്കാൻ പറ്റും. ബ്ലാക്കും വൈറ്റും ഒരുമിച്ച് കഴിക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റിലും വൈറ്റ് ഫോറസ്റ്റിലും കുറച്ച് റേറ്റ് കൂടുന്നത്. പിന്നെ അതേപോലെ ഈ 2 കേക്കും ചെയ്തു വന്നാൽ 4 ലെയറൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വാഞ്ചോ കേക്ക് വെയിറ്റ് കൂടാറുണ്ട്. 1 kg ചെയ്താൽ 1.5 ഒക്കെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും ഇതേപോലെ വെച്ചെടുക്കുന്നുണ്ട്. ബദാം ക്രഷ് ചെയ്തത് എന്താ പറയുക, ഓപ്ഷണലാണ്. സാധാരണ നമ്മൾ വാഞ്ചോയിൽ ചോക്കോ ചിപ്സ് മാത്രം അതേപോലെ ചോക്ലേറ്റും ആണ് ആഡ് ചെയ്യാറ്. അത് ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ് ലെയർ വെച്ച് നമ്മൾ മേലെ ഇതേപോലെ ചോക്ലേറ്റ് ഒഴിച്ച് ക്രം കോട്ടിങ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വാഞ്ചോ ഫില്ല് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോസൊക്കെ ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പോയ ഒരു ലൈക്കാണ് നമുക്ക് ലൈക്ക് കാണുമ്പോൾ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ, ടാറ്റ.